ബാലിയിൽ 10-700 വർഷമുള്ള ഒരു വലിയ ആൽമരവും അതിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മൾ ട്രാവൽ സ്റ്റോറി. ഇവിടെ തൊട്ടടുത്തൊരു വലിയ ട്രീ ഉണ്ടെന്നാണ് പറഞ്ഞത്, ബായൻ ട്രീ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം, വാ. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വളരെ പഴക്കമുള്ള, ഏതാണ്ട് 700-800 വർഷത്തോളം പഴക്കമുള്ള വളരെ വലുതായിട്ടുള്ള ഒരു ആൽമരം ഉള്ളത്. ആൽമരം ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബായൻ ട്രീ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ബനിയൻ ട്രീ എന്നാണല്ലോ പറയുക ആൽമരത്തിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൽമരം തന്നെയാണെന്ന്. ഞാൻ അതിൻ്റെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു ആൽമരമായിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ഇവരുടെ തനതായ രീതിയിലുള്ള അവരുടെ വീടുകളും അതിൻ്റെ എൻട്രൻസൊക്കെ കാണാൻ വളരെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസമുള്ളൂ. 2 ദിവസം യാത്ര ചെയ്തപ്പോൾ മനസ്സിലായത് നമ്മുടെ നാട്ടിൽ കൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ്. കാലാവസ്ഥയാണെങ്കിലും നമ്മുടെ കേരളത്തിലൊരു കാലാവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇവരുടെ ഭാഷ സംസാരിക്കുകയും അല്ലെങ്കിൽ ഇവരുടെ തനതായ ശൈലിയുള്ള വീടുകളും അവരുടെ ഭക്ഷണവും അതവിടെ കൊണ്ട് ഈ ഒരു കേരളത്തിൻ്റെ ടെംപ്ലേറ്റിലേക്ക് ഈ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തതിന് ശരിക്കും ബാലിയായി എന്ന് വേണമെങ്കിൽ പറയാം. പോകുന്ന വഴിക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു അവരുടെ കൃഷിയിടങ്ങളും പിന്നെ ഒരുപാട് നീണ്ടു കിടക്കുന്ന അവരുടെ വയൽപ്പാടങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അമ്പലമാണെന്ന് തോന്നുന്ന അവരുടെ വീടുകളും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ആൽമരത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ മൺസൂൺ സമയമാണ്. അതുകൊണ്ട് പൊതുവെ ഈ സിറ്റികളിൽ നിന്ന് മാറിയിട്ട് അധികം വിസിറ്റേഴ്സൊന്നും ഞാൻ കണ്ടില്ല. ഇത് ഇവിടുത്തെ ഓഫ് സീസൺ ആയതുകൊണ്ടാണ്. ഈ മഴക്കാലത്ത് ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഒരു വിസിറ്ററിനെ മാത്രമാണ് കണ്ടത്. അങ്ങനെ വിസിറ്റേഴ്സിൻ്റെ അടുത്ത് ഒരു ഹലോ ഒക്കെ പറഞ്ഞിട്ട് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരിത് കണ്ടിട്ട് അവർക്ക് നല്ല വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്, നിങ്ങളൊന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് ചെറിയ കുശലാന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ അടുത്തേക്ക് പോയി. In here you pay just donation. Just put your name. Okay. After you. Okay. Yeah, you can put how much you want. Okay. ഇവിടെ നമുക്ക് ഫീസ് ഇല്ല, നമുക്ക് ഡൊണേഷൻ ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി എന്നാണ് അല്ല. 700 അധികം വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ 70 മീറ്റർ ഹൈറ്റ്, 6 മീറ്റർ വിട്ട്, അല്ല 60 മീറ്റർ വിട്ടുണ്ട്, അതായത് സർക്കംഫറൻസ്. ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അടുത്ത് പോയി നോക്കണം. ഇത്രയും വലിപ്പമുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എത്ര അതിൻ്റെ വലിപ്പം മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ 400 വർഷം പഴക്കമുള്ളൊരു മരം ഓസ്ട്രേലിയയിൽ, എവിടെയായിരുന്നു, സൗത്ത് ഓസ്ട്രേലിയയിൽ അടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 3-4 ഇരട്ടിയുണ്ട്. ഇത് ബായൻ ട്രീ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ആൽമരമാണോ അല്ലെങ്കിൽ അതിന് തന്നെ ഒരു വകഭേദമായിരിക്കും. അതാണല്ലോ ഈ പേരൊക്കെ ഇങ്ങനെ വളർന്നതായിരിക്കും. സാധാരണ നമ്മുടെ നാട്ടിൽ ഈ ആൽമരത്തോട് ചേർന്ന് അമ്പലങ്ങളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അമ്പലത്തോട് ചേർന്ന് ആൽമരമൊക്കെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് അവരുടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ ഫുള്ള് കൃഷിയിടങ്ങളും കാര്യങ്ങളും. ഒരു പല നെല്ല് നട്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് കാണുന്ന അമ്പലം പോലെയൊക്കെ ഇരിക്കും, പക്ഷേ അതെല്ലാം വീടുകളാണ്. എന്നാലും നല്ല രസമുള്ളൊരു സംഭവമാണ്.
അങ്ങനെ മരമെല്ലാം കണ്ടതിന് ശേഷം ഗ്രാമത്തിലുള്ള അവരുടെ കൃഷിയിടങ്ങളിലേക്ക് മെല്ലെ സ്കൂട്ടറും എടുത്ത് ഇടവഴിക്കൂടെ ഞങ്ങളൊന്ന് യാത്ര ചെയ്തു. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഇതായിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റായുള്ള വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ അവർ കൃഷി ചെയ്തിട്ടുള്ളത് ഒന്ന് അവർക്ക് നെൽകൃഷി തന്നെയാണ്, അവരുടെ തനതായ നെൽകൃഷി തന്നെയാണ്. അരി തന്നെയാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേപ്പിൾ ഫുഡ്. പിന്നെ അവരുടെ ഈ പൂജകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ചെടികളും ഒരുപാട് കൃഷി ചെയ്തു. നമ്മൾ അവിടെ നമ്മുടെ താമസ സ്ഥലത്ത് അതിൻ്റെ അകത്ത് കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് നമ്മുടെ നാട്ടിലെ സ്ഥലത്ത് കൂടെ പോണ പോലെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഗുഡൽപേട്ട് പോണ ഒരവസ്ഥയാണ്. ഫുള്ള് പൂക്കളുടെ കൃഷിയും പിന്നെ ഇവരുടെ തനതായിട്ടുള്ള വയൽ കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലായിട്ട് നെല്ലാണ് കൃഷി ചെയ്തേക്കണേ. വിളവെടുക്കുന്ന പാകമായില്ല. ഇവിടെ പൂക്കൾ കൃഷി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു അമ്മയ്ക്ക് വിളവെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും അവർ ഈ പൂക്കളെടുത്തിട്ട് അവരത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നതാണ്. ഒരു വിളവെടുത്തിട്ടേ ഇവിടെ വെച്ചിട്ടുണ്ട്, ചാക്കിലാക്കിയിട്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിൻ്റെ എല്ലാ കളറുകളും അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വയലറ്റ്, പിന്നെ അതിൻ്റെ റെഡ്, പിന്നെ ഇവിടെ ആണെങ്കിൽ വൈറ്റ്, പിന്നെ അവിടെ ഒരു പിങ്ക് ഉണ്ട്. ഞാൻ കൊള്ളാം. ഇത് ഗുണ്ടൽപേട്ട പോയ ഫീലല്ലേ. അങ്ങനെ 10-700 വർഷം പഴക്കമുള്ള ആൽമരവും പിന്നെ ബാലിയിൽ നല്ല കൃഷിയിടങ്ങളെല്ലാം കണ്ട് മനസ്സെല്ലാം നിറഞ്ഞു. പക്ഷേ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആൽമരത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചെറിയൊരു കടയിൽ നിന്ന് അവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഭക്ഷണം വാങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ആവട്ടെ എന്ന് വെച്ചാൽ അവിടെ നിർത്തി നേരെ അങ്ങോട്ട് കയറി. നമ്മളിവിടെ മരമെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് ഇവിടെ തന്നെ ലോക്കൽ ചെറിയൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നല്ല, കിട്ടുമ്പോഴോ തന്നെ അറിയില്ല. അപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നുണ്ട്, എന്തോന്നും അറിയില്ല. വാഴയിലയിൽ നമ്മൾ അടയാക്കി ഉണ്ടാക്കണ പോലെ നോക്കിയത് ഇത് എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റേ അട പോലത്തെ എന്തോ സംഭവമൊക്കെയാണ്. ഒരു വാഴയിലയിലാണ് ഇതാക്കണേ. പിന്നെ അതിനോട് ചേർന്ന് പിന്നെ കുറച്ച് റൈസ് ഉണ്ട്. അവർ പറഞ്ഞ് പുറത്ത് തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അവരൊന്ന് മഴ പെയ്തുകൊണ്ട് വെള്ളമായി കിടക്കുവാണ്, പക്ഷേ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. So we have 2 black tea. 2 tea. 2 tea, black tea, no milk. No milk, black tea. Black tea. Yeah. Okay. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ബാലനീസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈ പച്ച കളറിലുള്ള അത് ചിലപ്പോൾ അവരെന്തെങ്കിലും ഈ മറ്റേ ചെടികൾ കൂട്ടി അരച്ചതായിരിക്കും. ഇത് കപ്പയാണ്. കപ്പ നമ്മുടെ ഈ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വാഴയിലയിൽ പുഴുങ്ങിയല്ല അവിച്ചെടുത്തിട്ട് പിന്നെ ഇത് കോക്കനട്ട്, ഷ്രെഡഡ് കോക്കനട്ട്, തേങ്ങയുടെ ഒരു സംഭവം ഇട്ട്, പിന്നെ ഇവിടുത്തെ റൈസും, പിന്നെ ഫാം ഷുഗർ. അത് കഴിച്ചു നോക്കട്ടെ. ഈ പൊതുവെ ഈ മധുരമുള്ള സംഭവമൊന്നും വലിയ താല്പര്യമില്ല. നന്നായി, നീ കഴിച്ചു. നമ്മുടെ കട്ടൻ ചായ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചായ മേടിക്കും, എന്ത് ഡ്രിങ്ക്സ് മേടിക്കുവാണെങ്കിലും അവരിങ്ങനെ അടച്ചാണ് ഞാൻ കൊണ്ടുവരാൻ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് അറിയില്ല, എല്ലായിടത്തും ഞാൻ ശ്രദ്ധിച്ചു. എനിവേ ഒരു കട്ടൻ മേടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എന്തായാലും പൈസ കൊടുത്തിട്ട് നല്ല പോകാൻ നോക്കാം. സോറി, 20,000 ഇന്തോനേഷ്യൻ
അങ്ങനെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ആൽമരവും കൃഷിയിടങ്ങളും എല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ യാത്രയായി. ഇനി അടുത്ത യാത്രാവിശേഷങ്ങളുമായി കാണാം. താങ്ക് യു.